വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളുണ്ടല്ലോ കപ്പ ബിരിയാണി ഇന്ന് സ്പെഷ്യലായിട്ട് കപ്പ ബിരിയാണി നമ്മൾ ട്രൈ ചെയ്തു. നമ്മുടെ അതായത് കേരളത്തിലെ മലയോര ഗ്രാമങ്ങളുടെ സ്പെഷ്യലായിട്ടുള്ള കപ്പ ബിരിയാണിയാണ് നമ്മളിന്ന് ട്രൈ ചെയ്തിട്ടുള്ളത്. കോട്ടയം, ഇടുക്കി ആ ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കുന്ന ഒരു ഭക്ഷണമാണ്. അതായത് കല്യാണ രാത്രികളിൽ നമ്മുടെ നാട്ടിൽ, അതായത് പാലക്കാട് ആ ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുമ്പളങ്ങി ഇറച്ചിയും വെക്കുന്ന പോലെയാണ് ആ ഭാഗത്തുള്ള ആൾക്കാർ ഈ കപ്പ ബിരിയാണി വെക്കുന്നത്. അവർക്ക് അത്രയും സ്പെഷ്യലാണ്. ഇത് ഒഴിവാക്കിയിട്ടുള്ള അവരുടെ ഒരു പരിപാടികളില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് എളുപ്പമുള്ള പരിപാടികളാണ്. കപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പറയുന്നത് പൂളക്കിഴങ്ങ് എന്നാണ് കേട്ടോ. പൂളക്കിഴങ്ങ് ബിരിയാണി വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നമുക്ക് എന്തായാലും ഒന്ന് ഓടിപ്പോയി നോക്കിയിട്ട് വരാം. നോക്കുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക്. ഗൈസ്, അപ്പോൾ നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഒരു കിലോ കപ്പ എടുത്തിട്ടുണ്ട്. 1 കിലോ 1.5 കിലോ കപ്പ ഉണ്ടാവും. അത് നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. എല്ലുള്ള ബീഫാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. എല്ലുള്ള ബീഫാണ്, ഇതാണ്ടോ എല്ലുള്ള പാകിസ്ഥാനി ബീഫാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇന്ത്യയിലെ കപ്പയും അല്ല, ശ്രീലങ്ക കപ്പയാണ് തോന്നുന്നു. ശ്രീലങ്കൻ കപ്പയും പാകിസ്ഥാനി ബീഫും പിന്നെ അതുപോലെ കുറച്ച് ഉള്ളി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും ആദ്യം നമുക്ക് എന്തായാലും ഉണ്ടല്ലോ നമ്മൾ തേങ്ങ ഇതിലോട്ടുണ്ടല്ലോ, തേങ്ങ നമുക്കൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് തേങ്ങ കൊത്തുണ്ടല്ലോ, കൊത്തി വെച്ചിട്ടുണ്ട് നമ്മൾ ചെറുതായിട്ട്. അപ്പോൾ ഇതിനൊന്ന് നെയ്യിലൊന്ന് വറുത്തെടുക്കാം നമുക്ക് എന്തായാലും. നമ്മളെന്തായാലും എണ്ണയിൽ വറുത്തെടുക്കുന്നില്ല, നെയ്യിൽ തേങ്ങ വറുത്തെടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ 2 സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തേങ്ങ ഇടുന്നത് എന്താ അറിയോ, തേങ്ങ കപ്പ ബിരിയാണിയിൽ ഇട്ടിട്ട് അതങ്ങടെ ഈ വറുത്ത തേങ്ങ ഉണ്ടല്ലോ, ആ കടിക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾ ഈ തേങ്ങ കൊത്തിടാതെ തേങ്ങ മാത്രം വറുത്തിട്ടിട്ട് വേണമെങ്കിൽ ഇടാം. കൊത്തിടുമ്പോൾ അതൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. തേങ്ങ നന്നായിട്ട് നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കാം എന്തായാലും. അപ്പോൾ നമ്മൾ ഒരു തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതുകൂടെ നമ്മളൊന്ന് ഇതിൽ വറുത്തെടുക്കണം. ആ നെയ്യിൽ തന്നെ നമ്മൾ തേങ്ങ വറുത്തെടുത്ത തേങ്ങ കൊത്ത് വറുത്തില്ലേ, ആ എണ്ണയിൽ തന്നെ ഈ തേങ്ങേനെ കൂടെ ഒന്ന് ജസ്റ്റ് ചൂടാക്കി ഒരു ബ്രൗണിഷ് കളറാക്കി എടുക്കണം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനൊന്ന് ജസ്റ്റ് ചൂടാക്കി ഒന്ന് ബ്രൗണിഷ് ആക്കി എടുക്കണം. കുറച്ച് കറുവേപ്പിൻ്റെ ഇല കൂടെ ഉണ്ട് കേട്ടോ. ഒരു മണത്തിന് കറുവേപ്പിൻ്റെ ഇല കൂടെ ഇട്ട് കൂടെ ചൂടാക്കി കഴിഞ്ഞാൽ തന്നെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കണം, ഇല്ലെങ്കിൽ ഇതൊക്കെ അടി പിടിക്കും. ഞാനിപ്പോൾ തന്നെ അടി പിടിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ തേങ്ങ നന്നായിട്ടുണ്ടല്ലോ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടികൾക്ക്, ആദ്യത്തെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ബീഫ് ഉണ്ടാക്കാൻ പോകണം. ആദ്യം പാത്രത്തിൽ എന്തായാലും നമ്മൾ ചൂടാക്കി കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നമ്മളെ എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഇഞ്ചി ചതച്ചത് ഇട്ടാം. അതുപോലെ കുറച്ച് വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് പച്ചമുളക്. ഇതൊന്ന് നന്നായിട്ടൊന്ന് എണ്ണയിലൊന്ന് ആദ്യം മൂപ്പിച്ചെടുക്കണം. ചതച്ചാൽ മതി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി മൂത്ത് വന്നിട്ട് അതിലോട്ട് കുറച്ച് പെരിഞ്ജീരകം, 1 സ്പൂൺ കേട്ടോ. ഒരു മണത്തിന് പെരിഞ്ജീരകം നല്ലതാണ്. പിന്നെ അതിലോട്ട് ഒരു 5-6 ചെറിയ ഉള്ളി, പിന്നെ 2 വലിയുള്ളി. ഉള്ളി കൂടുതൽ വേണ്ട, ഉള്ളി കൂടുതലുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പ മതിരിക്കാൻ തുടങ്ങും കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് പാകത്തിന് കേട്ടോ. ഈ ഉള്ളി ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ബീഫ് ഇടുന്ന സമയത്ത് പിന്നീട് നോക്കിയിട്ട് നമുക്ക് ഉപ്പിടാം. അതുണ്ട് വലിയ കാര്യമില്ലല്ലോ ഇവിടെ തന്നെ വെച്ചാൽ. ഉള്ളി ഉണ്ടല്ലോ നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി കേട്ടോ. നമ്മൾ ചില്ലി അധികം ഉപയോഗിക്കുന്നില്ല, കാശ്മീരി ചില്ലി കുറച്ച് കളറും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ 1 ടേബിൾ സ്പൂണ് ഗരം മസാല, ഒരു 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 2-3 ടേബിൾ സ്പൂൺ കൊടുക്കുക മല്ലിപ്പൊടി എന്തായാലും. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇതിലൊന്ന് മിക്സ് ചെയ്ത്, മസാല ഉണ്ടല്ലോ ശരിക്കും എണ്ണയിൽ ഇതിലിങ്ങനെ മൂത്ത് കിട്ടണം. ഈ പച്ചച്ചോയ മാറിയിട്ട് വേണം നമുക്ക് ഇതിലോട്ട് നമ്മുടെ ബീഫ് ഇടാൻ വേണ്ടി. എന്താ മണം അറിയും, ഇപ്പം തന്നെ അടിപൊളി മണമാണ് വരുന്നത്.
അപ്പോൾ നമ്മുടെ മസാല ഉണ്ടല്ലോ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടായിരുന്ന 1 കിലോ എല്ലുള്ള ബീഫ്, അതിലോട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതിന് മുമ്പുണ്ടല്ലോ നമ്മുടെ ബീഫും ഈ മസാലയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എണ്ണയിൽ. നല്ല ചൂടാണ് കേട്ടോ. ബീഫും മസാലയും കൂടെ ഉണ്ടല്ലോ ഒന്ന് ആദ്യം ഒന്ന് ആ ചൂടിൽ ആ മസാലയിൽ അങ്ങോട്ട് നന്നായിട്ടൊന്ന് പിടിപ്പിച്ചെടുക്കണം. എന്നിട്ട് നമ്മളിതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനൊന്ന് വേവാൻ വയ്ക്കണം. ഒരു അരമണിക്കൂർ വെച്ചാൽ മതി. നന്നായിട്ട് ഈ ബീഫ് ഒന്ന് ഈ വെള്ളത്തിൽ കിടന്നിട്ട്, കുറച്ച് വെള്ളം മതി, കൂടുതൽ വെള്ളം വേണ്ട. ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഇതൊന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ കപ്പയും എടുത്ത് വേവാൻ വയ്ക്കാം. അപ്പോൾ നമുക്ക് കപ്പ ഉണ്ടല്ലോ വേവാൻ വയ്ക്കാം. ഒരു തുള്ളി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടേ അതിൽ പാകത്തിന് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് കപ്പയോട് വേവാൻ വയ്ക്കാം. കുറച്ച് ഉപ്പ് പാകത്തിനുള്ളത്. അപ്പോൾ ഈ കപ്പയൊന്ന് വേവട്ടെ. അപ്പോഴേക്കും നമ്മുടെ ബീഫും റെഡി ആയി വരും. ഓക്കെ ഗൈസ്, നമ്മുടെ കപ്പ എന്തായി നോക്കാം. അടിപൊളി തിളച്ച് മറിയുന്നുണ്ട് കേട്ടോ. കപ്പ എന്തായാലും ഒരുവിധം ഓവറായിട്ട് വെന്ത് പൊടിയേണ്ട ആവശ്യമില്ല. ഇത് ഓൾറെഡി ഇപ്പോൾ നല്ല ഒരുവിധം വെന്തിട്ടുണ്ട്. കാരണം ഹാഫ് വേവ് മതി. നമുക്കിനി ബീഫിലിട്ടിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ബാക്കി കൂടെ വെന്തോളും. അപ്പോൾ നമുക്കിതൊന്ന് വെള്ളം കളഞ്ഞിട്ടൊന്ന് ഊറ്റിയെടുക്കാം. ഇതുപോലത്തെ ഒരു ചല്ലട ഉണ്ടെങ്കിലല്ലോ വെള്ളം കളഞ്ഞ് ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. തന്നെ നമുക്ക് അപ്പോൾ നമ്മൾ നേരത്തെ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് പോരാട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ അതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മതിയാവും. നമ്മൾ ഓൾറെഡി എരിവുണ്ട്. നമ്മുടെ ബീഫൊക്കെ ഉണ്ടല്ലോ എല്ലിന്നൊക്കെ വിട്ട് ആടി പൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫൈനൽ സ്റ്റേജിലോട്ട് പോകാം. നമുക്ക് കുറച്ച് ഇതിൽ വെള്ളം വേണം. കൂടുതൽ വെള്ളം നമ്മൾ വറ്റിച്ച് കഴിഞ്ഞാണ്ടല്ലോ, കാരണം നമ്മളിതിൽ കപ്പയൊക്കെ ഇട്ട് ഇത് ഫൈനലൈസ് ചെയ്യുന്ന സമയത്ത് പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കേണ്ടി വരും. ചില ആൾക്കാർ ഞാൻ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വെള്ളം ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കപ്പ ഓക്കെ ഇതിലോട്ട് ഒന്ന് തട്ടി കൊടുക്കുക. ഒന്ന് തട്ടി എല്ലാവിടെയും ഒന്ന് ലെവലാക്കി കൊടുക്കുക. അടിപൊളിയല്ലേ. ഇനി അതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന, അതായത് നമ്മുടെ തേങ്ങാപ്പീരിയും നമ്മുടെ തേങ്ങയും, ഇതിലോട്ട് ആദ്യം നമ്മൾ എന്തായാലും കുറച്ച് നമ്മൾ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ കേട്ടോ. അടിപൊളി, കാണാൻ തന്നെ എന്താ രസമറിയും. എന്നിട്ട് അതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങാക്കൊത്ത്, എന്നിട്ട് ഇതിനൊന്ന് നമ്മളൊന്ന് ആവി കയറുന്നത് വരണം. നമ്മൾ ബിരിയാണീൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ആവി കയറുകയെന്നാണല്ലോ. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മളിതിലോട്ടൊന്ന് ആവി ഒന്ന് കയറി മേലെ നമ്മുടെ ആ കപ്പയുടെ എല്ലിൻ്റെയൊക്കെ ഉണ്ടല്ലോ ആ സ്മെല്ലൊക്കെ ആവിയായിട്ട് കയറി കപ്പയിലോട്ടൊന്ന് പിടിക്കട്ടെ. ഒരു 2 മിനിറ്റ് ഒന്ന് ആവി പിടിക്കട്ടെ. ഒരു 5 മിനിറ്റ് ആയിട്ട് നമ്മൾ ആവി വന്നിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. അടിപൊളി കേട്ടോ, ആവി മേലോട്ട് അങ്ങോട്ട് കയറി വന്നിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ടുണ്ടല്ലോ. ഇതൊന്ന് നന്നായിട്ട് കപ്പ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. അടിപൊളിയായിട്ട് കപ്പ നമ്മളൊരു പാതി വേവാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഇതിലിട്ടിട്ട് നമുക്കിതിനൊന്ന് ഉടച്ചു കൊടുക്കാനും പറ്റും. നല്ല കപ്പയല്ല പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം തട്ടിയ കപ്പയാണെങ്കിൽ നമ്മൾ ഈ കപ്പ ബിരിയാണി ഉണ്ടാക്കുമ്പോഴല്ലോ കപ്പ പിന്നെ ഉടയത്തില്ല. കുറച്ച് കപ്പ നമ്മളിങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. ഉടച്ചിട്ട് ഈ കപ്പയും ഈ ബീഫും ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തരണം. എല്ലാം ഒന്ന് മിക്സ് ചെയ്യട്ടെ. നമ്മുടെ കപ്പയും ബീഫൊക്കെ ഉണ്ടല്ലോ ആ എല്ലൊക്കെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഒരു 5 മിനിറ്റ് ഞാൻ ഉടച്ച് നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ടുണ്ട്. നമ്മൾ കടകളിലൊക്കെ പോയാലുണ്ടല്ലോ അവർ മറ്റേ ചെറിയൊരു പാത്രത്തിലിട്ടിട്ട് അടിപൊളിയായിട്ട് കപ്പിനെയും ഇതും കൂടെ മിക്സ് ചെയ്യുന്നൊരു ആ മണവും ഇതൊക്കെ വരുമ്പോഴേക്കും തന്നെ നമുക്ക് ടേസ്റ്റ് ഒരു ഇത് കൊതി വരും. അപ്പോൾ അതുപോലെ നമുക്കിപ്പോൾ നല്ല കൊതി വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്,
ഗൈസ് അപ്പോൾ നമ്മൾ എന്തായാലും കപ്പ ബിരിയാണി ഉണ്ടല്ലോ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകണം. ടേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പുണ്ടല്ലോ കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുക അതിലോട്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും മല്ലിയല്ല അതെ മല്ലിപ്പൊടിയല്ല സോറി. ഓക്കെ, എന്നിട്ട് ഇതൊന്ന് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലും നന്നായി വിശക്കണമുണ്ട്. ഇതിൻ്റെ മണം ഉണ്ടല്ലോ, ആ ബീഫും കുറച്ച് ആ കപ്പയും അതുകൂടെ ഇങ്ങനെ എടുത്തിട്ട് ഇപ്പോൾ സമയം 11 മണിയായി. അതാണ് ക്യാമറമാൻ ഓർമ്മിപ്പിക്കുന്നത്. ഇത് കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ കപ്പ മേടിച്ചുകൊണ്ടാണ്, ബീഫും മേടിച്ചുകൊണ്ടാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് പോയി മേടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഇതില്ല കേട്ടോ. കാരണം ഇതാദ്യം ടേസ്റ്റ് ചെയ്യട്ടെ, എന്നിട്ട് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം. എനിക്കുണ്ടല്ലോ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു, എന്ത് പറയേണ്ടതെന്നുള്ള വീഡിയോ എൻഡ് ചെയ്യുമ്പോഴും സാധനം കിട്ടുട്ടോ. നമ്മുടെ നാട്ടിൽ പൂളക്കിഴങ്ങും ഇച്ചിരി ഉള്ളിച്ചമ്മന്തിയും കൂടെ അടിക്കും, കട്ടൻ കാപ്പിയും, അതാണ് നമ്മുടെ സ്പെഷ്യൽ. പക്ഷേ ഇതിൻ്റെ കൂടെ കപ്പ ബിരിയാണിയും കട്ടൻ കാപ്പിയാണ് തെക്കൻ ഭാഗത്തുള്ള സ്പെഷ്യൽ. അപ്പോൾ അതെന്തായാലും കപ്പ എന്തായാലും കോമ്പിനേഷൻ കേട്ടോ. എങ്ങനെ കഴിച്ചാലും കപ്പ വേറെ വഴിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ മറ്റുള്ള ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക. മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. ഓക്കെ, അടുത്ത ആഴ്ച ഇതുപോലെ വേറൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ.